നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഓണത്തെക്കുറിച്ചാണ് കേട്ടോ. ഓണം വരവായിരിക്കുന്നു. നാളെ ഉത്രാടായി, മറ്റന്നാൾ തിരുവോണമായി. അപ്പോൾ ഗുരുവായൂരും ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരുക്കങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ നമ്മളൊരു കഥ പിന്നെയും പകുതിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബ്രഹ്മാവ് പശുക്കളെ മറിച്ചു, കുട്ടികളെ മറിച്ചു. അപ്പോൾ ഇനി എന്താ സംഭവിക്കാന്ന് അവിടെ വെച്ചിട്ടാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കഥ നമ്മൾ മുഴുവനായിട്ട് ഇന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട്. ഇന്നലെ ദാമോദരനുണ്ണിയായിട്ടായിരുന്നു ശ്രീലകത്ത് ഉണ്ടായിരുന്നേ. ദാമോദര ലീലയായിരുന്നു കേട്ടോ ഇന്നലത്തെ അലങ്കാരം. പിന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ നല്ല രസമുള്ള അലങ്കാരം തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം പറയാം. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഉണ്ണി ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ. കുറുമ്പ് കാണിച്ചിട്ട് യശോദാമ്മ ഉരലിൽ കെട്ടിയിട്ടിരിക്കുക. ദാമോദര ലീലയായിരുന്നു. ദാമോദരനുണ്ണിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ഉണ്ണി. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. മേൽശാന്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അലങ്കാരമാണ് ഇത്ര ഈ ദാമോദര ലീല. അത് തന്നെയാണ് ഇന്നലെ പുത്തരിയായിട്ട്, അതായത് തൃപ്പുത്തരിക്കായിട്ട് ചാർത്തിയിരിക്കുന്നത്. നല്ല മിടുക്കനായിട്ട് തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയാണ് കേട്ടോ. പുത്തിരി പായസമൊക്കെ നന്നായിട്ട് വയറ് നിറച്ച് കുടിച്ചിട്ടുണ്ട്. ഉപ്പുമാങ്ങയൊക്കെ കൂട്ടിയിട്ട് ഊണൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. വിഭവ സമൃദ്ധമായിട്ടാണ്. പത്തിലെ ഉപ്പേരിയൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴനുറുക്കും ഒക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് വയറൊക്കെ വീർത്ത് തടിച്ചുരുണ്ടിട്ട് നല്ല തടിയുണ്ട് കേട്ടോ. കൈകളും കാലുകളൊക്കെ കാണാനേ അങ്ങനെ തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം മുഴുവനായിട്ടും വെളുപ്പായിരുന്നു, നന്ദ്യാർവട്ടായിരുന്നു. പിന്നെ നന്ദ്യാർവട്ടും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു. പിന്നെ നന്ദ്യാർവട്ടം ഉണ്ട്, തെച്ചിയുണ്ട്. പിന്നെ തടിച്ചുരുണ്ടിട്ട് ഒരു ഉണ്ടമാലയുണ്ട്. അതിലും 3 നിറങ്ങളാണുള്ളത്. നന്ദ്യാർവട്ടം ഉണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്. കുറേ നന്ദ്യാർവട്ടം കോർത്തിട്ട് പിന്നെ തെച്ചിയുടെ ഉള്ളിൽ തുളസി, പിന്നെ നന്ദ്യാർവട്ടം തെച്ചിയുടെ ഉള്ളിൽ തുളസി, അങ്ങനെയായിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് നമ്മുടെ യശോദാമ്മ ഉണ്ണിയെ ഉരലില് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നത്. എന്തോ കുറുമ്പ് ഇന്നലെയും കാണിച്ചിട്ടുണ്ട്. എന്നാലും വെണ്ണൂരുള്ളിയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുറുമ്പൊക്കെ കാണിച്ച് ഉരലിലൊക്കെ കെട്ടിയിട്ടിട്ടെങ്കിലും കൂടെ ആ വെണ്ണൂരുള്ളിയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴലുണ്ട്. ഇതൊക്കെ എനിക്ക് നിസ്സാരാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ആ ഉരലിൽ ഇങ്ങനെ കൈ കയറ്റി വെച്ചിട്ട് ചാരി നിൽക്കുന്ന പോലെയാണ് കേട്ടോ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. ചെറിയൊരു ഉരലാണ് ചാർത്തിയിരിക്കണത്. ആ ഉരലിൽ നിന്ന് ചുവന്ന നിറത്തിലെ ഒരു കയറുണ്ടാവുമല്ലോ, ആ കയറെടുത്തിട്ടാണ് നമ്മൾ ഉണ്ണീനെ കെട്ടിയിട്ടിരിക്കണേ. ഒരു ഭാവവും ഇല്ലാട്ടോ. കുറുമ്പ് കാണിച്ചിട്ടുള്ള ഒരു ഭാവം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നിസ്സാരാണ്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ഒരു മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇനിയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ മുഖത്ത്. അങ്ങനെ കുറുമ്പ് കാണിച്ച് നിൽക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. നെറ്റിയിൽ ഗോപി തിലകൻ ചാർത്തിയിട്ടുണ്ട്. കാതുപൂക്കളുണ്ട്, നന്നായിട്ട് പുഞ്ചിരിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കഴുത്തിലും വളയം പോലത്തെ ഒരു മാലയുണ്ടല്ലോ, അതിന് ചുവടെയായിട്ടൊരു ഗോപി തിലകം ഉണ്ട്. പിന്നെയും 2 മാലകളുണ്ട്. ഇന്നലെ സോപാനം തൊഴിലായതുകൊണ്ടേ തൊട്ടടുത്ത് നിന്ന് തന്നെ ആ മാലകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു കേട്ടോ. നല്ല തിളങ്ങുന്ന ഉണ്ണിയായിട്ടായിരുന്നു തടിച്ചുകൊണ്ട് ഉണ്ണി. കൈവളകളും തോൾവളകളൊക്കെ നന്നായിട്ട് കാണാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും കൈ വിട്ട് കളയില്ല. പിന്നെ വലത്തെ കയ്യിൽ വെണ്ണൂരിലെയാണ്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് കാൽത്തളയൊക്കെ അണിഞ്ഞിട്ടാണ് നമ്മുടെ ഉണ്ണി സന്തോഷവാനായിട്ട് ശ്രീലകത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ പുത്തിരി പായസം കുടിച്ചതുപോലത്തെ ആ ഒരു എന്താ പറയുക ഫീലിംഗ് അത് തോന്നിക്കും നമ്മുടെ ഉണ്ണീനെ കണ്ടു കഴിഞ്ഞാൽ. അത്രയും സന്തോഷമാണ് നമ്മുടെ ഉണ്ണീനെ ഇന്നലെ കാണുമ്പോൾ കേട്ടോ. ഇന്നും നമ്മുടെ ഉണ്ണീനെ കാണുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇന്നലെ തൃപ്പുത്തിരിക്ക് ആയിട്ട് വയറൊക്കെ നിറച്ച് പായസമൊക്കെ കുടിച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ണീനെ കാണുമ്പോൾ പ്രത്യേക സന്തോഷം തോന്നുമല്ലോ. പിന്നത്തെ സന്തോഷം ഇന്നലെ ഞങ്ങൾക്ക് പുത്തിരി പായസവും അതേപോലെ തന്നെ ഉപ്പുമാങ്ങയും കിട്ടി കേട്ടോ. ഉപ്പുമാങ്ങ വൈകിട്ട് തൊഴാൻ പോയതിന് ശേഷം, തൊഴുത് വന്നതിന് ശേഷമാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫോട്ടോസ് വിഷ്ണു ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ടും പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിഷ്ണു കൊതിപ്പിക്കുകയാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അത് മാത്രമല്ല കേട്ടോ, പലർക്കും പുത്തിരി പായസം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ സാധിക്കാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ പലർക്കും അത് ലഭിച്ച ഒരു അനുഭൂതിയാണ് തോന്നിയത്. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പലരും അതിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സന്തോഷം നിങ്ങളുടെ അടുത്തും കൂടെ പങ്കുവെക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെയായിരുന്നു ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. ദാമോദരനുണ്ണിയായിട്ട് ദാമോദര ലീലയായിരുന്നു. കുറുമ്പൊക്കെ കാണിച്ചിട്ട് ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയുടെ ആ ഒരു രൂപം നിഷ്കളങ്ക ഭാവത്തോട് കൂടെ എന്നൊന്ന് നമുക്ക് പറയാം. എന്നാലും കൂടെ ഇനിയും ഞാൻ കുറുമ്പ് കാണിക്കും, അങ്ങനെ ഒരു ഭാവം കൂടെ എവിടേക്കോ എന്നെ തട്ടി കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കുറുമ്പനായിട്ടുള്ള ഉണ്ണിയുടെ ആ ഒരു അലങ്കാരം, ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ട് നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ. ഗണപതിക്ക് ഇന്നലെ കറുപ്പ് നിറത്തിൽ ഉടയാട ഉണ്ടായിരുന്നേ, നിറയെ സ്വർണ്ണ ഡിസൈനുകളൊക്കെ ആയിട്ട്. പിന്നെ ഒരു മഞ്ഞ നിറത്തിൽ ഉത്തരീയം കൂടെ ഉണ്ടായിരുന്നു. നല്ല വീതിയുള്ള ഒരു മാല അണിഞ്ഞിട്ടുണ്ട്. നെറ്റിയിലെ പൊട്ട് വെക്കുന്ന ആ ഭാഗത്തായിട്ട് ഒരു വളയം പോലത്തെ ഒരു കിരീടം പോലെയാണ് കേട്ടോ. അത് സ്വർണ്ണ നിറത്തിലൊരു വളയമുണ്ട്. നടുക്കായിട്ട് നല്ല വലിപ്പത്തിലൊരു നീല കല്ലുണ്ട്. അതിന് ചുറ്റും ചെറിയ ചെറിയ വെളുത്ത കല്ലുകളും പതിപ്പിച്ചിട്ട് അങ്ങനെ ഒരു കിരീടമുണ്ട്. അതിന് മുകളിലായിട്ട് വേറെ ഒരു കിരീടമുണ്ട്. അതായത് ഒരു നീലക്കല്ല് തന്നെയാണ്, ചെറിയ കല്ലാണ്, വെളുപ്പ കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ചെറിയൊരു കിരീടം. അപ്പോൾ ഇങ്ങനെയൊക്കെ അണിഞ്ഞിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗണപതി നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കണതേ. നല്ല വയറൊക്കെ വീർത്തിട്ട് വലിയൊരു ഗണപതിയുടെ പോലെ ഇരിക്കില്ലേ, അങ്ങനെ ഇന്നലെയും ഗണപതി ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തോട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഗണപതിയെ തൊഴുതിട്ട് നേരെ നമ്മൾ ഭഗവതി അമ്മയുടെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരം ഉണ്ടായിരുന്നത്. ചുവപ്പ് ഉടയാടെയാണ്, പക്ഷെ അത് മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ ഭൂരിഭാഗവും മറഞ്ഞിരിക്കുകയായിരുന്നു, പുഷ്പങ്ങൾ കൊണ്ടൊക്കെ മൂടിയിട്ടേ. ആ മുഖം മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു പാലയ്ക്ക മാല അണിഞ്ഞിട്ടുണ്ട്. കാതുകളിലെ സ്വർണ്ണപ്പൂക്കൾ ചൂടിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ അലങ്കാരം ഭഗവതി അമ്മയ്ക്ക്. പക്ഷെ നല്ല ഭംഗിയിൽ കാണാനുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഭഗവതി അമ്മയുടെ മുഖം കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു മുഖം, ആ ഒരു രൂപം മനസ്സിലിങ്ങനെ ധ്യാനിച്ചിട്ട് നന്നായിട്ട് ഭഗവതി അമ്മേനെ തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ അയ്യപ്പനെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അയ്യപ്പനെ മഞ്ഞ നിറത്തിലെ ഉടയാട ഉണ്ടായിരുന്നത്. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള മാലകളായിരുന്നു കേട്ടോ. ചെറിയ മാലകളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള തിളങ്ങുന്ന മാലകളായിരുന്നു. പിന്നെ കാതിൽ പൊട്ട വെച്ചിരിക്കുന്ന അയ്യപ്പൻ, നെറ്റിയിലും അതെ, നിറയെ പൊട്ടുകളാണ് കേട്ടോ. കാതുകളിലും നെറ്റിയിലും മാത്രമല്ല, വേറെയും ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൊട്ട് വെച്ചിട്ട് നല്ല തിളക്കുണ്ടായിരുന്നു കാണാനായിട്ട്. ചന്ദനം കൊണ്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിലും ഒരു പൊട്ട് വെച്ചിട്ട് ആകെ പൊട്ടുമയായിരുന്നു. സ്വർണ്ണ പൊട്ടുകളാണ്. ആ വിളക്കിൻ്റെ ശോഭയിൽ നല്ല ഭംഗിയിൽ തെളിഞ്ഞിങ്ങനെ കാണുന്നുണ്ടായിരുന്നു അയ്യപ്പനെ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നന്നായിട്ട് പുഞ്ചിരിച്ചിട്ട് അയ്യപ്പനും ഇരിക്കുന്നത്. അപ്പം അയ്യപ്പൻ്റെയും ആ ഒരു രൂപം, ആ ഒരു മുഖം ഒന്ന് മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ ഗുരുവായൂരിലെ ഓണവിശേഷങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോണത്. നാളെ ഉത്രാടായി, മറ്റന്നാൾ തിരുവോണാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ ആഘോഷത്തിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഉത്രാട കാഴ്ചക്കുള്ള സമർപ്പണമുണ്ട് നാളെ. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഓണക്കോടി സമർപ്പണമുണ്ട്, തിരുവോണ സദ്യയുണ്ട്, വിശേഷ കാഴ്ചശീവേലിയുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നടത്തിയിരിക്കുന്നത്. നാളെ ഉത്രാടായിട്ട് ഉത്രാട കാഴ്ചക്കുള്ള സമർപ്പണം കൊടിമരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ. ആദ്യം മേൽശാന്തിയാണ് സമർപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ തിരുവോണത്തിൻ്റെ അന്നാണ് ഓണപ്പുടവ സമർപ്പണം. ആദ്യത്തെ ഓണക്കോടി സമർപ്പിക്കുന്നത് ക്ഷേത്രം ഊരാളനായിട്ടുള്ള മല്ലിശ്ശേരി തിരുമേനിയാണ്. ഞാനൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓണപ്പുടവ ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഉണ്ണിക്കണ്ണൻ്റെ കഥ. അപ്പം അന്ന് മല്ലിശ്ശേരി തിരുമേനിയുടെ കയ്യിൽ നിന്നാണ് ചോദിച്ചു വാങ്ങിയത്. അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ്, അതായത് അന്നത്തെ കാലത്ത് അവരുടെ എന്താ പറയുക പൂർവികരായിരുന്നു. ഇന്ന് മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയാണ്. അദ്ദേഹമാണ് ആദ്യം ഗുരുവായൂരപ്പനെ ഓണപ്പുടവ സമർപ്പിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദേവസ്വം ചെയർമാനും പിന്നെ ഭരണസമിതി അംഗങ്ങളും അതിനുശേഷം ഭക്തർക്കും ഓണപ്പുടവ സമർപ്പിക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഗുരുവായൂരപ്പന്. പിന്നെ ഗുരുവായൂരപ്പന് തിരുവോണ സദ്യ പറയാനുണ്ടോ? കേമാണ്, വിശേഷ സദ്യയാണ് കേട്ടോ. വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത്. 10,000 പേർക്കാണ് സദ്യ നൽകുന്നത് നാളെ തിരുവോണത്തിൻ്റെ അന്ന്. അത് അന്നലക്ഷ്മി ഹാളിലും പിന്നെ വടക്കേ നടയിൽ കുളത്തിൻ്റെ ആ ഭാഗത്തായിട്ട് പുതിയൊരു പന്തലൊരുക്കിയിട്ടുണ്ട്. പുതിയൊരു സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. അവിടെയും ആയിട്ടാണ് തിരുവോണ സദ്യ നൽകുന്നത്. 2 മണി വരെ ക്യൂ നിൽക്കാൻ സാധിക്കും കേട്ടോ. അതിനുശേഷം ക്യൂവിൽ നിൽക്കാൻ സാധിക്കില്ല. 2 മണിക്ക് ശേഷം ബുഫേ സംവിധാനം കൂടെ അവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തിരുവോണ സദ്യ കഴിക്കാന്നുള്ളതും ഭഗവാനെ കാണുന്നതിനോടൊപ്പം തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അതിനും കൂടെ സാധിക്കട്ടെ. പിന്നെ ഭഗവാന്റെ കാഴ്ചശീവേലി, അതും കാണേണ്ടുന്ന ഒരു കാഴ്ച തന്നെയാണല്ലേ. നല്ല ഭംഗിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് കാണാൻ ഏറെ ഇഷ്ടമുള്ള ഒരു കാഴ്ചയാണ് കാഴ്ചശീവേലി. കണ്ണ് നിറയുന്ന, നമ്മുടെ മനസ്സൊക്കെ നിറയുന്ന ഒരു കാര്യമാണ് കേട്ടോ.
3 ആനകളൊക്കെ ആയിട്ട് ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് നമ്മളെയൊക്കെ കാണാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് എഴുന്നള്ളി വരുന്ന ഒരു കാഴ്ച. അപ്പോൾ അതും ഇവിടെ ഗുരുവായൂർക്ക് വരുന്നവർക്ക് കാണാൻ സാധിക്കട്ടെ. രാവിലത്തെ കാഴ്ചശീവേലിയുടെ മേളം ഒരുക്കിയിരിക്കുന്നത് ചൊവ്വല്ലൂർ മോഹനവാര്യരും സംഘമാണ്. ഉച്ചതിരിഞ്ഞുള്ള മേളം ഒരുക്കിയിരിക്കുന്നത് ഗുരുവായൂർ ശശിമാരാരും സംഘമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് വളരെ ചുരുക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓണാഘോഷം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അതിനും ആഗ്രഹിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരിലേക്ക് സ്വാഗതം കേട്ടോ, ഓണത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന്. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ബ്രഹ്മാവ് ഈ പശുക്കുട്ടികളെയും അതുപോലെ തന്നെ ബാക്കി ഗോപാലക്കുട്ടികളെയൊക്കെ മറച്ചു. അപ്പോൾ ഭഗവാൻ വന്ന് നോക്കിയപ്പോൾ ഇവരെയൊന്നും കാണാനില്ല. അവിടെ എത്തിയിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് അവരുടെ ഗോപികമാരൊക്കെ അന്വേഷിക്കില്ലേ, കുട്ടികളെവിടെ, പശുക്കുട്ടികളെവിടെ എന്നൊക്കെ അന്വേഷിക്കില്ലേ. അപ്പോൾ അതിനെ എന്ത് പ്രതിവിധിയാ ഭഗവാൻ ചെയ്തതെന്നറിയൂ. ഈ പശുക്കുട്ടികളുടെയൊക്കെ സ്വരൂപം ഭഗവാൻ തന്നെ അങ്ങോട്ട് എടുത്തു. ഭഗവാൻ തന്നെയായി അവരൊക്കെ. അതേ കുട്ടികളുടെ അതേ രൂപത്തിൽ ഭഗവാൻ അങ്ങടായി. ഇപ്പം ഈ പശുക്കൾക്കൊക്കെ പുള്ളി പശുക്കളൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, ഏതൊക്കെ പുള്ളി എവിടെയൊക്കെ ഉണ്ടോ അതേപോലെ തന്നെ ഭഗവാൻ ആ പശുവിൻ്റെ പോലെയായി. അതേപോലെ തന്നെ ഈ കൊമ്പും ഈ പശുക്കളെ മേയ്ക്കുന്ന ചൂരലും ഒക്കെ ഭഗവാനായി. കുട്ടികൾ ചോറ് പൊതിഞ്ഞു കൊണ്ടുവന്ന ചോറ് പാത്രവും അതൊക്കെ ഭഗവാനായിട്ടോ. എന്നിട്ട് എല്ലാവരും കൂടെ യാതൊരു വിധ മാറ്റവും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ വൃന്ദാവനത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, സാധാരണ ദിവസം കുട്ടികൾ ഈ കൊമ്പും കുഴലും വടിയൊക്കെ ആയിട്ട് ചൂരലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് വലിച്ചെറിയും. അതായത് അങ്ങോട്ട് സ്ഥലത്തേക്ക് നീക്കിയിടുക ചെയ്യുക, ഗോപികമാർ ചെയ്യാം. കളിച്ച് വന്നതല്ലേ, കളി സാധനങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് എന്താ ചെയ്യുന്നേ, ആ കൊമ്പുണ്ടല്ലോ, ഈ ഞാൻ പറഞ്ഞ നേരത്തെ ഒരു കൊമ്പ് ഇങ്ങനെ വിളിക്കുന്നു, ആ കൊമ്പ് എടുത്തിട്ട് അത് തുളച്ച് മിനുക്കുക, ആ ചൂരൽ ഇങ്ങനെ തുളച്ചുകൊണ്ടിരിക്കുക. കുട്ടികളെ ആണെങ്കിലോ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക. അവർക്ക് എത്ര കൊഞ്ചിച്ചിട്ടും മതിയാകുന്നില്ല, എത്ര കുളിപ്പിച്ചിട്ടും മതിയാകുന്നില്ല. അത്രയധികം സ്നേഹത്തോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ആ ചോറ്റുപാത്രങ്ങൾ കഴുകിയിട്ടും അവർക്ക് മതിയാവണില്ല, അങ്ങനെയാണെന്ന്. അതേപോലെ തന്നെ പശുക്കിടാവിനോട് അമ്മ പശു സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം. പശുവൊക്കെ പ്രസവിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ പ്രസവിച്ച കുട്ടിയോടല്ല സ്നേഹം. അന്ന് പോയ കുട്ടിയുണ്ടല്ലോ, കാട്ടിലേക്ക് കളിക്കാൻ പോയ കുട്ടി, തിരിച്ചു വന്ന കുട്ടി, ആ കുട്ടിയോടാണ് സ്നേഹം. അങ്ങനെ എന്തെന്നില്ലാത്ത കുറേ മാറ്റങ്ങൾ കേട്ടോ അന്ന് പോയി തിരിച്ചു വന്നതിന് ശേഷം. അപ്പോൾ ഇത് ബലരാമേട്ടനും കണ്ടു. ബലരാമേട്ടനും ആകെപ്പാടെ സംശയം. കാരണം ഏട്ടൻ അന്ന് പോയിട്ടില്ലേ, ഏട്ടൻ കളിക്കാനായിട്ട് ഇവരെ കൂടെ പോയിട്ടില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭഗവാൻ കൊണ്ടുപോകാഞ്ഞിട്ടാ. കാരണം ബ്രഹ്മാവ് ഇതൊക്കെ മറയ്ക്കുമെന്ന് ഭഗവാൻ നേരത്തെ അറിയാം. അപ്പോൾ ഏട്ടൻ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മാവിൻ്റെ കാര്യം തീർന്നു. ഏട്ടൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ തടയൂലോ, അപ്പോൾ ആകെ പ്രശ്നമാവും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, അഗാസുരന് മോക്ഷം കൊടുക്കാനായിട്ട് പോകുകയാണല്ലോ. അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും വിഷമം വന്നാലോ, കാരണം ഏട്ടൻ്റെ ആൾക്കാരാണേ. അപ്പോൾ ആ ഒരു സങ്കടവും ഏട്ടന് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അന്ന് ഏട്ടനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ബലരാമേട്ടനെ. അതുകൊണ്ട് നമുക്ക് എന്താ നഷ്ടം എന്ന് വെച്ചാൽ നമുക്കൊരു ശ്ലോകം നഷ്ടപ്പെട്ടു. കാരണം ഭാഗവതത്തിലെ വിഭ്രദ്വാസാം കനകകപിശം വൈജയന്തിൻ ജമാലാം എന്ന് പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. അതായത് ഒരു കർണികാരം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാന്റെ ചുറ്റും ഇങ്ങനെ മുഖത്തിന് ചുറ്റും നല്ല കണിക്കൊന്നകളൊക്കെ വെച്ചിട്ട് ഭഗവാനെ അലങ്കരിക്കുന്ന ആ ഒരു ഭാഗം, കയ്യിലൊരു ചോറൂറിലേക്ക് വെച്ച് നിൽക്കുന്ന ഒരു രംഗം, അത് നല്ല ഭംഗിയായിട്ട് ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ള ശ്ലോകമാണ്. ആ ശ്ലോകം എന്തിലില്ല, നാരായണീയത്തിലില്ല. കാരണം ഏട്ടൻ്റെ, അതായത് ബലരാമേട്ടൻ്റെ അംശമായിട്ടാണ് മേൽപ്പത്തൂര് ജനിച്ചതേ. അപ്പോൾ മേൽപ്പത്തൂര് കണ്ടിട്ടില്ലല്ലോ, ഏട്ടൻ അന്ന് കൊണ്ടുപോകാത്ത കാരണം ഏട്ടൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണാത്ത രംഗം ഞാൻ എങ്ങനെ വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് നാരായണീയത്തിൽ ഈ ഒരു ഭാഗം വിവരിച്ചിട്ടില്ല. ഭഗവാൻ ഇതിപ്പോൾ ഉണ്ടാകും, ഇപ്പം വിവരിക്കും ഈ ഒരു മനോഹരമായ രംഗം എന്നിങ്ങനെ വിചാരിച്ചിട്ടിരിക്കുക. പക്ഷേ മേൽപ്പത്തൂര് അതിനെപ്പറ്റി വിവരിച്ചില്ല. കാണാത്തത് ഞാൻ എങ്ങനെ വിവരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു രംഗം നമുക്ക് നഷ്ടമായി, ആ ഒരു ശ്ലോകം നമുക്ക് നഷ്ടമായി. അതാണ് നമുക്ക് സംഭവിച്ച ഒരു നഷ്ടം കേട്ടോ, ഈ ഒരു ഏട്ടൻ പോയിട്ടില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട്. അങ്ങനെ ഏട്ടനെ സംശയമായി, എന്താപ്പോൾ അത് സംഭവിച്ചെന്നുള്ളത്. അപ്പം ഇതേപോലത്തെ സംശയം ബ്രഹ്മാവിനും ഉണ്ടായി കേട്ടോ. അദ്ദേഹം ആദ്യം ബ്രഹ്മലോകത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ഏതാ ഒരു കുട്ടി ബ്രഹ്മാവിരിക്കണം. അപ്പം അവിടെ എത്തിയപ്പോൾ അവിടെ എല്ലാവരും പറയുന്നുണ്ട്, താങ്കൾ ഇവിടുത്തെ ആളൊന്നുമല്ല, വേഗം ഇവിടെ നിന്ന് പോയിക്കോളൂ, ഇവിടെ ഓൾറെഡി ബ്രഹ്മാവ് ഉണ്ടെന്ന്. കാരണം ഒരു കുട്ടി ബ്രഹ്മാവ് അവിടെ ഇരിക്കണ്ടേ. അപ്പം ഇദ്ദേഹത്തിനും സംശയമായി, തൻ്റെ സ്ഥലത്ത് വേറൊരു ബ്രഹ്മാവോ, അപ്പം ഇതിലേതാ സത്യം എന്നൊരു സംശയം അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വേഗം അവിടെ തിരിച്ചു. അപ്പോൾ ആ അരയന്നം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അങ്ങയുടെ അരയന്നം തന്നെയാണെന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ കൂടെ പോയിട്ടോ. അത് മാത്രമാണ് വേറെ ഒരാളായിട്ട് അധികമായിട്ട് ഇല്ലാതിരുന്നത്. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഇനിയിപ്പം താഴെ എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. വൃന്ദാവനത്തിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു മാറ്റവും ഇല്ല. അവിടെ എല്ലാ കുട്ടികളും, കൃഷ്ണനും പശുക്കുട്ടികളും ഒക്കെ അവിടെ നിന്ന് സാധാരണ പോലെ ഇരുന്ന് കളിക്കുന്നുണ്ട്.
അതായത് അന്ന് വന്ന കുട്ടികളിൽ ഒരു കുട്ടിക്ക് ജലദോഷം ഉണ്ടായിരുന്നു, ആ കുട്ടി ജലദോഷമായിട്ട് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ കാലിന് മുടന്തുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടിക്ക് അതേപോലെ തന്നെ കാലിന് മുടന്തുണ്ട്. അതേപോലെ തന്നെയാണ് സ്വരൂപം എടുത്തിരിക്കുന്നത് ഭഗവാൻ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേപോലെ തന്നെ കവിളിന് മറുകുള്ള കുട്ടികൾ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു മാറ്റവും വരുത്താതെയാണ് അതേ സ്വരൂപത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിന് ആകെ സംശയം, താൻ മറച്ചത് ഇപ്പോൾ തെറ്റാണോ അല്ലെങ്കിൽ അത് സത്യമാണോ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കണില്ല, ഏതാണ് സത്യം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ബ്രഹ്മാവ് ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും ചതുർഭുജധാരിയായിട്ടുള്ള മഹാവിഷ്ണു ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ അതിശയായി, എല്ലാവരും ഒരുപോലെ ചതുർബാഹുവായിട്ട് മഹാവിഷ്ണുവിൻ്റെ പോലെ തോന്നുന്നു കേട്ടോ. അങ്ങനെ അദ്ദേഹം നാഭീകമലം ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും, അതെന്നാ എല്ലാത്തും ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നാഭീകമലം ഒരിടത്ത് കാണാനില്ല. അതും കൂടെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി, സങ്കടമായി, ആകെ പരിഭ്രമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അങ്ങോട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. തലയൊക്കെ കറങ്ങിയിട്ട് ആ അരയന്നത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വീഴാണ്. ഈ ബ്രഹ്മാവിന് തല കറങ്ങാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോലെ ഒരു തല കറങ്ങുന്ന പോലെയല്ല, 4 തല ഉണ്ടല്ലോ കറങ്ങാനായിട്ട്. അപ്പം എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ അദ്ദേഹത്തിന് എന്താ കണ്ടതെന്ന് വിശ്വസിക്കാൻ അങ്ങോട്ട് സാധിക്കണില്ല. ആകെ പരിഭ്രമിച്ച് അദ്ദേഹം അങ്ങനെ വീണു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എണീറ്റിട്ട് ഒന്നും കൂടെ നോക്കിയപ്പോൾ അവിടെ ഒരു ഉണ്ണിക്കണ്ണൻ ഒരു ഉരുളയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കണു. വേഗം ഓടിപ്പോയി ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ആ പാദങ്ങളിൽ അങ്ങോട്ട് നമസ്കരിക്കുക. അതെങ്ങനെയാണ് നമസ്കരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു സ്വർണ്ണ വടി വന്ന് വീഴുക, അത് വീണാൽ എങ്ങനെ ഇരിക്കും, എന്നിട്ട് അതിങ്ങനെ ഉരുള കിടന്നിട്ട്. കാരണം ബ്രഹ്മാവിന് ഒരു തലയല്ലല്ലോ, 4 തലയുണ്ടല്ലേ. അപ്പോൾ തലയുണ്ടല്ലോ, അപ്പോൾ ഉരുണ്ടാലാണ് നമസ്കാരം ആവുള്ളൂ. എല്ലാ തല കൊണ്ടും ഇങ്ങനെ നമസ്കരിക്കണ്ടേ. അപ്പോൾ ഒരു തല വെച്ച് നമസ്കരിച്ചു, പിന്നെ ഉരുണ്ടു, അടുത്ത തല വന്നു, അങ്ങനെ ഉരുളാണ് കേട്ടോ. അങ്ങനെയാണ് നമസ്കരിക്കണത്. അപ്പോൾ ഈ ബ്രഹ്മാവാണ് ഇത്രേ ശയന പ്രദക്ഷിണം കണ്ടുപിടിച്ചത്. അതായത് ഭഗവാനെ നമസ്കരിക്കുന്നതിൻ്റെ വേറൊരു രൂപം, ഉരുണ്ടിട്ട് നമസ്കരിക്കുക. അതുകൊണ്ട് ബ്രഹ്മാവാണ് ശയന പ്രദക്ഷിണം കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രഹ്മാവ് വളരെ കാര്യമായിട്ട് ഭഗവാന്റെ കാൽപാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യം, ഗോപികമാരുടെ ഭാഗ്യം, വൃന്ദാവനത്തിൽ ജനിച്ച എല്ലാവരുടെയും ഭാഗ്യം, മഹാഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഭഗവാൻ പക്ഷെ ഒന്നും മിണ്ടണില്ല. ബ്രഹ്മാവിനെ വെറുതെ ഒന്നും ഇങ്ങനെ കടാക്ഷിച്ചു. ആ നോട്ടത്തിൽ തന്നെ ഭഗവാന്റെ മനസ്സിലുള്ള ആ മുഖത്തുള്ള ഭാവം എന്തായിരുന്നു എന്നറിയോ? ഈ ബ്രഹ്മാവിന് 4 തലയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ കാണാതെ പോയ കുട്ടികളെയും പശുക്കുട്ടികളെയും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തുക. ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്ന് വെറുതെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 4 ദിക്കിലേക്കും നോട്ടെത്തും. അപ്പോൾ അത് അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്ന അത്രയും നിസ്സാരമായ ഒരു കാര്യമാണ് ഈ ബ്രഹ്മാവിന് ചെയ്യാൻ സാധിക്കുക. അപ്പം അങ്ങനെ ഒരു നോട്ടം ഈ ബ്രഹ്മാവിന് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നൂടെ എന്നുള്ള ഒരു നോട്ടത്തിൽ, ഒന്നും അറിയാത്ത പോലെ ആ ഒരു നോട്ടം മാത്രമേ നോക്കിയുള്ളൂ ഇത്രേ ബ്രഹ്മാവിനെ. അങ്ങനെ ഒരു കടാക്ഷിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ. ഒന്നും മിണ്ടിയില്ല എന്ന് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത്. ബ്രഹ്മാവാണെങ്കിലോ കാലിൽ ഇങ്ങനെ വീണ് മാപ്പപേക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു നോട്ടം കിട്ടിയപ്പോൾ ബ്രഹ്മാവ് എണീറ്റു. അദ്ദേഹം തിരികെ ഇനി പോയിട്ട് നോക്കണമല്ലോ, ബ്രഹ്മലോകത്തിൽ പോകുമ്പോൾ തൻ്റെ സീറ്റൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രഹ്മാവ് അവിടേക്ക് എത്തിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഉള്ളവരൊക്കെ വലിയ കാര്യമായിട്ട് ഇത്രയും നാളെ എവിടെയായിരുന്നു, ഞങ്ങൾ നോക്കിയിരിക്കുന്നു, നിങ്ങൾ എത്ര പെട്ടെന്ന് പോയെന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് സ്വീകരിച്ചൊക്കെ ഇരുത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത്, തൻ്റെ സീറ്റ് പോയിട്ടില്ല എന്ന് കരുതിയിട്ട്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അഹങ്കാരം അവിടെ ശമിപ്പിക്കുന്ന ബ്രഹ്മമോഹനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാസന്ദർഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മുൻപ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ബലരാമേട്ടന് ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ നിന്ന്, എന്താ ഈ സംഭവിക്കണേ എന്നുള്ളത്. അദ്ദേഹത്തിന് സംശയം കൂടുതൽ ഇങ്ങനെ തോന്നാൻ കാരണം, ഒരിക്കൽ ഈ പശുക്കുട്ടികളെയൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ കളിക്കാൻ പോകുകയാണ് കേട്ടോ. പോകുന്ന സമയത്ത് ഒരു വലിയ കുന്നിൻ്റെ മുകളിലായിട്ട് വലിയ പശുക്കളെ മേയ്ക്കുന്ന ഗോപാലന്മാരുണ്ട്. വലിയ പശുക്കളെയൊക്കെ ആയിട്ടാണ് മേയ്ക്കാൻ പോയിരിക്കുന്നത്. അപ്പോൾ ഈ പശുക്കുട്ടികൾ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോൾ ആ പശുക്കളൊക്കെ ഇങ്ങനെ തിരികെ ഇങ്ങോട്ട് കുന്നിറങ്ങി വന്നു. എന്നിട്ട് ഇവരെ നക്കലും സ്നേഹം പ്രകടിപ്പിക്കലൊക്കെയാണ്. അപ്പോൾ ഏട്ടൻ വിചാരിച്ചത് ഗോപാലന്മാർ വന്നിട്ട് ഈ പശുക്കളെ എതിർക്കും എന്നാ വിചാരിച്ച് അവരും ഇറങ്ങി വന്നിട്ട് ഈ കുട്ടികളെ ഇങ്ങനെ തലവിളിക്കുകയാണേ. അപ്പോൾ ഒരു സംശയം. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചോദിക്കുക, അല്ല ഭഗവാനെ, ഇതിപ്പോൾ എന്താ കഥ, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ ഭഗവാൻ പറയാണ്, അതിങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ബ്രഹ്മാവ് വരുന്നൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഏട്ടനെ അന്ന് ഞങ്ങൾ കൊണ്ടുപോയില്ല. ഏട്ടനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും അറിയാം. അതാ കൊണ്ടുപോകാണ്ടിരുന്നേ, ഇതെല്ലാം എൻ്റെ മായയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഏട്ടൻ്റെ അടുത്ത്, ബലരാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ കുട്ടികളെയൊക്കെ തിരികെ ഏൽപ്പിച്ചിട്ടാണ് ബ്രഹ്മാവ് തിരിച്ചു പോയത്, പശുക്കുട്ടികളെയൊക്കെ തിരിച്ച് ഏൽപ്പിച്ചിട്ട്.
അങ്ങനെ ഇവർ പിന്നെയും ഇവരെ കയ്യിലെ ആ ചോറുരുള, പകുതി കടിച്ച ചോറുരുള ഉണ്ടായിരുന്നു എന്ന്. ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. ബ്രഹ്മാവ് അവിടെ പോയും തിരിച്ചു വരാൻ 1 വർഷം എടുക്കും. അപ്പോൾ 1 വർഷമായിട്ടും കുട്ടികളുടെ കയ്യിൽ ഈ ചോറുരുള പകുതി കടിച്ചത് ഇങ്ങനെയുണ്ട്. അങ്ങനെ തിരികെ ഇവർ കാട്ടിലേക്ക് കളിക്കാൻ പിന്നെ പോകുന്ന സമയത്ത് അവിടെ ആ പാമ്പിൻ്റെ തൊലിയില്ലേ, അത് ഇങ്ങനെ ഉണങ്ങിയിട്ട് കിടക്കണു. അപ്പോൾ കുട്ടികൾ ആലോചിച്ചു, ഇത്രേ ഇതിപ്പോൾ ഇന്നലെ ഉണ്ടായ സംഭവമല്ലേ, ഇത്ര പെട്ടെന്ന് ഈ തൊലി ഇങ്ങനെ ഉണങ്ങിയോന്ന്. അങ്ങനെ അവർ ചിന്തിച്ചു. അവർക്ക് അറിയില്ലല്ലോ 1 വർഷം കഴിഞ്ഞു പോയത്, അതുപോലും ആരും അറിഞ്ഞില്ല എന്ന്. കുട്ടികൾ തിരികെ വീട്ടിലെത്തിയിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അതായത് അഗാസുരനെ വധിച്ച കഥകളൊക്കെ പറയുന്നിട്ടും ചോദിക്കുകയാണ്, എന്താണ് ഇത്ര പെട്ടെന്ന് ആ തൊലിയൊക്കെ ഉണങ്ങിപ്പോയതെന്ന് ചോദിക്കുന്നുണ്ട് ഇത്രേ. അങ്ങനെ ഈ ചോറ് ഉരുള പിന്നെയും ഭഗവാന്റെ ഒപ്പം ഇരുന്നിട്ട് കഴിക്കുക. അപ്പോൾ അന്നത്തെ ആ ചോറ് കേടു വന്നിട്ട് കൂടി ഇല്ലാന്ന്, അതും ഭഗവാന്റെ മായയാണെന്നാണ് പറയുന്നത്. അതെല്ലാം കേടുവരുത്താതെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒരുമിച്ച് ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ആടിത്തിമിർത്ത, ആരെയും ഒരു സൂചന പോലും നൽകാതെ, ഒന്നും അറിയിക്കാതെ, 1 വർഷം പോയതുപോലും അറിയാത്ത രീതിയിൽ മായ കാണിച്ച് ആടിത്തീർത്ത ബ്രഹ്മമോഹനം എന്നുള്ളൊരു കഥയാണ് ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കഥാസന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായിച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇന്ന് ഞാൻ നാമജപം എണ്ണീട്ടില്ല, കാരണം ഉത്രാട കാഴ്ചക്കൊലയുടെയും ഓണക്കൊടിയുടെയും ഒക്കെ ഒരു തിരക്കിലാണ്. അപ്പോൾ അടുത്ത ദിവസം 2 ദിവസത്തെയും കൂടെ എണ്ണീട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, കഥയൊക്കെ അവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളായിട്ട് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.